ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ടോപ്പിക്കിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് SMAW പ്രോസസ്സ് ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 10 mm കട്ടിയുള്ള MS പ്ലേറ്റ് വിവിഡ് ബീഡുകൾ എങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. ഈ ടോപ്പിക്കിന്റെ അവസാനം നിങ്ങൾ ഇനി പറയുന്നത് ചെയ്യാൻ പ്രാപ്തരാകും. 150 mm നീളവും 100 mm വീതിയും 10 mm കനവുമുള്ള MS പ്ലേറ്റ് തയ്യാറാക്കാൻ ഇലക്ട്രോഡ് തിരഞ്ഞെടുത്ത് കറണ്ട് സജ്ജമാക്കാൻ ഒരുപോലെയുള്ള വിവിഡ് ബീഡുകൾ ഫ്ലാറ്റ് പൊസിഷനിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ ചെയ്ത ജോലിയിൽ എന്തെങ്കിലും സർഫസ് ഡിഫക്ട്സുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ SMAW പ്രോസസ്സിന് ആവശ്യമായ ടൂളുകളെക്കുറിച്ചും എക്വിപ്മെന്റുകളെക്കുറിച്ചും ഇപ്പോൾ നോക്കാം. ഹീൽ റൂൾ, സ്ക്രൈബർ, പ്രിക് പഞ്ച്, ബോൾ പീൻ ഹാമർ, ഫ്ലാറ്റ് ഫയൽ, ബെഞ്ച് വൈസ്, ട്രൈ സ്ക്വയർ, ടോങ്സ്, ചിപ്പിംഗ് ഹാമർ, സ്റ്റീൽ വയർ ബ്രഷ്, ഇലക്ട്രോഡ് കേബിളും എർത്ത് കേബിളും, ഇലക്ട്രോഡ് ഹോൾഡർ, ഇലക്ട്രോഡ്, വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ, SMAW വെൽഡിംഗ് പ്ലാന്റ് മെഷീനും അവയുടെ സെറ്റപ്പ് അക്സസറികളും, C-ക്ലാമ്പ്. നമുക്കിപ്പോൾ SMAW പ്രോസസ്സ് ഉപയോഗിച്ച് ഒരു ഫ്ലാറ്റ് പൊസിഷനിൽ 10 mm കട്ടിയുള്ള MS പ്ലേറ്റിൽ ഒരു വേവഡ് ബീഡിന്റെ പ്രീ വെൽഡിംഗ് പ്രിപ്പറേഷനുകളെ കുറിച്ച് നോക്കാം. സംരക്ഷണ വസ്ത്രങ്ങൾ ധരിക്കുക. 150 mm നീളവും 100 mm വീതിയും 10 mm കനവുമുള്ള മൈൽഡ് സ്റ്റീൽ പ്ലേറ്റ് തയ്യാറാക്കുക. ജോലി ചെയ്യുന്ന ഭാഗം ഓയിൽ, ഗ്രീസ്, പെയിന്റ്, അഴുക്ക് പോലുള്ളവയിൽ നിന്ന് ക്ലീൻ ആണെന്ന് ഉറപ്പാക്കണം. ഒരു സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് ജോബ് സർഫസ് ക്ലീൻ ആക്കുകയും എഡ്ജുകൾ ഫയൽ ചെയ്യുകയും വേണം. ജോബ് സർഫസിൽ പാരലൽ ലൈനുകൾ അടയാളപ്പെടുത്തുക. സ്ട്രെയിറ്റ് ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ലൈനിൽ ഒരു പഞ്ച് മാർക്ക് അടയാളപ്പെടുത്തുക. ഒരു ഫ്ലാറ്റ് പൊസിഷനിൽ വെൽഡിംഗ് ടേബിളിൽ വർക്ക് പീസുകൾ സെറ്റ് ചെയ്യുക. 4 mm ഡയാ മീഡിയം കോട്ടഡ് MS ഇലക്ട്രോഡ് സെലക്ട് ചെയ്യുക. BIS കോഡ് ER4211. 150 മുതൽ 160 ആംപിയറിനിടയിൽ വെൽഡിംഗ് കറണ്ട് സെറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് SMAW പ്രോസസ്സ് ഉപയോഗിച്ച് ഒരു ഫ്ലാറ്റ് പൊസിഷനിൽ 10 mm കനമുള്ള MS പ്ലേറ്റിൽ ഒരു വീവിഡ് ബീഡിന്റെ വെൽഡിംഗ് പ്രോസസ്സ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഒരു സ്ക്രാപ്പ് പീസിൽ ഒരു ആർക്ക് സ്ട്രൈക്ക് ചെയ്യുകയും ആവശ്യമെങ്കിൽ കറണ്ട് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യുക. 75 മുതൽ 80 ഡിഗ്രി ആംഗിളിൽ വെൽഡ് ലൈൻ ഉപയോഗിച്ച് ഇലക്ട്രോഡ് മെയിൻറ്റെയിൻ ചെയ്യുക. മീഡിയം ആർക്ക് ലെങ്ത് ഉപയോഗിച്ച് നോർമൽ റേറ്റിൽ ട്രാവൽ തുടങ്ങുക. ഇലക്ട്രോഡ് ശ്രദ്ധയോടെ പൊസിഷൻ ചെയ്യുന്നതിലൂടെ പഞ്ച് ലൈനുകൾക്കിടയിൽ ബീഡുകൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയും. വീവിംഗ് ടെക്നിക് ഉപയോഗിക്കുക, അതായത് ഇലക്ട്രോഡ് സൈഡ് ടു സൈഡായി ചലിപ്പിക്കുക. ആർക്ക് ഓഫായി പോകുകയോ ഇലക്ട്രോഡുകൾ മാറ്റുകയോ ചെയ്താൽ വെൽഡ് റീസ്റ്റാർട്ട് ചെയ്യുക. ക്രേറ്റർ ഉണ്ടാകുന്നെങ്കിൽ ആർക്ക് ലെങ്ത് കുറയ്ക്കുകയും ക്രേറ്റർ നിറയ്ക്കുകയും ചെയ്ത് ക്രേറ്ററിന് കുറുകെ ആർക്ക് പതിയെ നീക്കുക. ഏകദേശം 15 മുതൽ 20 മില്ലിമീറ്ററോളം വെൽഡിനൊപ്പം പിന്നിലേക്ക് നീങ്ങുക. ക്രേറ്റർ നിറയ്ക്കാൻ 2 മുതൽ 3 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യുക. വെൽഡിംഗ് കംപ്ലീറ്റ് ആകുമ്പോൾ ക്രേറ്റർ നിറയ്ക്കുക. വെൽഡിന്റെ അവസാനം ഇലക്ട്രോഡിന്റെ ഫോർവേഡ് മൂവ്മെന്റ് നിർത്തുക. ഡീസ്ലാഗിങ്ങിന്റെ സമയത്ത് ഗോഗിൾസും ടോങ്സും ഉപയോഗിക്കുക.
ചിപ്പിംഗ് ഹാമർ ഉപയോഗിച്ച് വെൽഡ് ബീഡ് ഡീസ്ലാഗ് ചെയ്യുക. സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ് ബീഡ് വൃത്തിയാക്കുക. എന്തെങ്കിലും സർഫസ് ഡിഫക്ട്സുകൾ അറിയാൻ വെൽഡ് ബീഡ് പരിശോധിക്കുക. SMAW പ്രോസസ്സ് ഉപയോഗിച്ച് ഒരു ഫ്ലാറ്റ് പൊസിഷനിൽ 10 mm കനമുള്ള MS പ്ലേറ്റിൽ VBIT ബീഡുകൾക്ക് പിൻപറ്റേണ്ട ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഗുഡ് റീസ്റ്റാർട്ട്, ശരിയായ ഫ്യൂഷൻ, ക്രേറ്റർ ഫില്ലപ്പ് എന്നിവ ഉറപ്പാക്കാൻ ഇനി പറയുന്ന സെറ്റപ്പുകൾ ഫോളോ ചെയ്യുക. ക്രേറ്ററിന്റെ എൻഡിൽ നിന്നും 10 മുതൽ 15 mm സ്ലാഗ് നീക്കം ചെയ്യുക. ഇലക്ട്രോഡിന്റെ ആംഗിൾ മാറ്റുക. ഏകദേശം 15 മുതൽ 20 മില്ലിമീറ്ററോളം വെൽഡിനൊപ്പം പിന്നിലേക്ക് നീങ്ങുക. ക്രേറ്റർ ഫിൽ ചെയ്യുന്നതിനായി 2 മുതൽ 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. താഴെ പറയുന്ന ഡിഫക്ട്സുകൾ തിരിച്ചറിയാൻ VBIT ബീഡുകൾ പരിശോധിക്കുക. ഒരേപോലെയുള്ള വീതിയും ഉയരവും, ബീഡുകളുടെ സ്ട്രെയിറ്റ്നെസ്, യൂണിഫോം റിപ്പിൾസ്, വെൽഡിന്റെ വശങ്ങളിലെ ഓവർലാപ്പ്, പുറമെയുള്ള വെൽഡ് ഡിഫക്ട്സുകൾ, അണ്ടർകട്ട്, പെറോസിറ്റി, സ്ലാഗ് ഇൻക്ലൂഷൻ തുടങ്ങിയ അൺഫിൽഡ് ക്രേറ്റർ, ഈ ടോപ്പിക്കിൽ നിന്നും നിങ്ങൾ എന്താണ് പഠിച്ചതെന്ന് പെട്ടെന്നൊന്ന് റീക്യാപ്പ് ചെയ്യാം. 150 mm നീളവും 100 mm വീതിയും 10 mm കനവുമുള്ള MS പ്ലേറ്റ് തയ്യാറാക്കുക. കറണ്ടും പൊളാരിറ്റിയും സെറ്റ് ചെയ്യുക. ഇലക്ട്രോഡ് തിരഞ്ഞെടുക്കുക. ഒരുപോലെയുള്ള VBIT ബീഡുകൾ ഫ്ലാറ്റ് പൊസിഷനിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. ചെയ്ത ജോലിയിൽ എന്തെങ്കിലും സക്സസ് ഡിഫക്റ്റുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. താങ്ക് യു സ്റ്റുഡൻസ്. ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.